ലോകത്തിൽ മാർക്കറ്റിംഗ് രംഗത്തുള്ള തൊഴിൽ സാധ്യതകളെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ലോകത്ത് മാർക്കറ്റിംഗ് രംഗത്ത് സമൂഹത്തിൻ്റെ നല്ലൊരു ശതമാനം ആളുകൾ വ്യാപൃതരാകുകയും നല്ല വരുമാനം നേടുകയും നല്ല ജീവിത നിലവാരത്തിൽ ജീവിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിൽ പ്രത്യേകം എടുത്തു പറയാവുന്ന ഒരു മേഖലയാണ് ലൈഫ് ഇൻഷുറൻസ് വിൽപ്പന. ലൈഫ് ഇൻഷുറൻസ് വിൽപ്പനയിൽ ധാരാളം പേർ ലോകത്ത് വ്യാപൃതരായിരിക്കുകയും അവർ നല്ല വരുമാനം നേടുകയും നല്ല ജീവിത നിലവാരം പുലർത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലൈഫ് ഇൻഷുറൻസ് ഏജന്റുമാർക്ക് വേണ്ടി ലോകത്തിൽ ഒന്നിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമുണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് MDRT, $1 മില്യൺ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഈ പ്ലാറ്റ്ഫോമിൽ ലോകത്തിൽ 70 രാജ്യങ്ങളിലെ ഇൻഷുറൻസ് ഏജന്റുമാർ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം സംഗമിക്കുന്നു. 500ഓളം ഇൻഷുറൻസ് കമ്പനികൾ ഇതിനകത്ത് അംഗമാണ്. ഈ ഏജന്റുമാർക്ക് MDRT മീറ്റിങ്ങിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പങ്കെടുക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഇൻഷുറൻസ് ഏജന്റുമാരുടെ അനുഭവ സമ്പത്തും പ്രവർത്തന മികവും വിൽപ്പനയിലുള്ള നൈപുണ്യവും അവിടെ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ലോകത്തിലെ സമൂഹത്തിലുള്ള മാറ്റങ്ങളും സാമ്പത്തിക രംഗത്തുള്ള മാറ്റങ്ങളും ഇൻഷുറൻസ് രംഗത്തുള്ള നൂതന മാർഗങ്ങളും ഇൻഷുറൻസ് വിപണനത്തിന് വേണ്ടിയിട്ടുള്ള അറിവും സാങ്കേതികവിദ്യയും എന്നുവേണ്ട വിവിധ തരത്തിലുള്ള ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമുക്ക് കഴിവ് കിട്ടാവുന്ന ഒരു പരിശീലനം നമുക്ക് അവിടുത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് എത്തുന്ന ആളുകൾ ഇൻഷുറൻസ് വ്യവസായത്തിൽ മികച്ച കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ച ഏജന്റുമാരാണ് വരുന്നത്. ഇത് 1927 മുതലുള്ള പ്രസ്ഥാനമാണ് $1 മില്യൺ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. എല്ലാ വർഷവും ഈ കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഈ കോൺഫറൻസിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വീഡിയോ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഫംഗ്ഷനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വളരെയധികം നല്ലൊരു വീഡിയോകളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് മനസ്സിന് ആസ്വാദ്യതയും കുളിർമയും നൽകുന്ന വളരെ നല്ല വീഡിയോകളാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയോജനവും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു വീഡിയോ ആണ്. ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംഗമം സെലിബ്രേഷൻസ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഏജൻസി എന്നുള്ളത് വർഷങ്ങളായി ലോകത്തിലെ നാനാഭാഗങ്ങളിലും നിലവിലുള്ളതാണ്. ആ മേഖലയിൽ വളരെയധികം തൊഴിൽ സാധ്യത ഇനിയുമുണ്ട്. ഇപ്പോൾ ധാരാളം പേര് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ 12 ലക്ഷം LIC ഏജന്റുമാരുണ്ട്. അവരിൽ ഭൂരിഭാഗം തന്നെ നല്ല ജീവിത നിലവാരം പുലർത്തുകയും മികച്ച കഴിവും പ്രാഗൽഭ്യവും നേടി നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് LIC ധാരാളം സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. ഇത് ലോകത്തിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കാർക്കും നൽകുന്നുണ്ട്. LICയും നല്ല സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. ധാരാളം ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ പരിശീലനങ്ങളും അന്തർദേശീയ തലത്തിലുള്ള പരിശീലനങ്ങൾ, ദേശീയ തലത്തിലുള്ള പരിശീലനങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള പരിശീലന കേന്ദ്രങ്ങളിലുള്ള പരിശീലനങ്ങൾ, അങ്ങനെ ധാരാളം ടെക്നോളജിയിലുള്ള കഴിവ് നമുക്ക് വളർത്തിയെടുക്കാനുള്ള പരിശീലനങ്ങളും, അങ്ങനെ ധാരാളം നമുക്ക് പരിശീലനങ്ങളും നമ്മുടെ അറിവും അത് നമുക്ക് പരിശീലിപ്പിച്ച് തരുന്നുണ്ട്. ഈ അറിവ് നമുക്ക് കിട്ടുമ്പോൾ ഉള്ള ഗുണം നമ്മുടെ തൊഴിലിലും അതുപോലെ നമ്മുടെ വ്യക്തി വികാസത്തിലും സമൂഹത്തിൽ ജീവിക്കുമ്പോഴും നമുക്കത് ഗുണപ്പെടും. അപ്പോൾ ഈ പരിശീലനം സ്ഥാപനത്തിന് മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായി നമുക്ക് വളരെയധികം സമൂഹത്തിൽ വളരെ പ്രയോജനം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ LIC ഏജന്റുമാർക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നൽകുന്ന ആനുകൂല്യങ്ങൾ ധാരാളം ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തൊഴിലിൽ പ്രഗത്ഭരായ ആളുകൾ വളരെ വർഷങ്ങളായി നിലനിന്ന് പോകുന്നത്. ഇപ്പം LIC ഏജന്റുമാർക്ക് ഗ്രാറ്റുവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പലിശരഹിത അഡ്വാൻസുകൾ ധാരാളമുണ്ട്. ഫെസ്റ്റിവൽ അഡ്വാൻസ്, ഫ്ലഡ് അഡ്വാൻസ്, ട്രോട്ട് അഡ്വാൻസ്, കൊറോണ അഡ്വാൻസ്, ഓഫീസ് ഫർണിച്ചർ വാങ്ങിക്കുന്നതിനുള്ള അഡ്വാൻസ്, കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നതിനുള്ള അഡ്വാൻസ്, അങ്ങനെ നിരവധി അഡ്വാൻസുകൾ പലിശരഹിതമായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വാഹന വായ്പ, നമുക്ക് വാഹനങ്ങൾ വാങ്ങിക്കാൻ കാറ് മേടിക്കണമെങ്കിൽ ബൈക്ക് മേടിക്കണമെങ്കിൽ പലിശരഹിത വായ്പയാണ് കിട്ടുന്നത്.
അതുപോലെ തന്നെ പലിശ കൊടുത്തുള്ള അഡ്വാൻസുകളുണ്ട്. നമുക്കിപ്പോൾ ഹൗസിംഗ് ലോൺ 5% പലിശയ്ക്ക് 25 വർഷത്തെ കാലാവധിക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സ്വന്തമായ മാരേജോ അഥവാ സിസ്റ്റേഴ്സിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ മാരേജിന് അഡ്വാൻസ് കിട്ടും, ചികിത്സയ്ക്ക് അഡ്വാൻസ് കിട്ടും. അതുപോലെ തന്നെ അങ്ങനെ നിരവധി അഡ്വാൻസുകൾ നമുക്ക് പലിശ കൊടുത്തുള്ളതുകൊണ്ട് പലിശ കൊടുക്കാത്തതുകൊണ്ട്. പിന്നെ നമുക്ക് മറ്റു പല ആനുകൂല്യങ്ങളുണ്ട്. ഒരോളം നമുക്കതിനകത്ത് ഇടപെടി വരുമ്പോൾ ആനുകൂല്യങ്ങളുണ്ടെന്ന് പറയാം. കാരണം ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഓഫീസ് അലവൻസ്, മൊബൈൽ ഫോൺ അലവൻസ്, ഒരു വർഷത്തിൽ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ചിലവിൻ്റെ ഒരു അലവൻസ് കിട്ടും. അതുപോലെ തന്നെ വിദേശ യാത്രകൾ, അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്ന് ഏകദേശം ഒരു 40ഓളം തരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം നമുക്കിടെ കമ്മീഷന് പുറമെയാണ് കിട്ടുന്നത്. ഇൻഷുറൻസ് കവറേജ് ഫ്രീ ആയിട്ടുണ്ട്, മെഡിക്ലെയിം പോളിസി ഫ്രീ ആയിട്ടുണ്ട്, നമുക്ക് ലെറ്റർ ഹെഡുകൾ, സ്റ്റേഷനറി ഇതെല്ലാം ഫ്രീ ആയിട്ടുണ്ട്. അങ്ങനെ നിരവധി സൗകര്യങ്ങൾ നമുക്ക് LIC തരുന്നുണ്ട്. നമ്മുടെ യാത്രാ ബത്തകൾ, നമ്മുടെ യാത്രയ്ക്ക് LIC വിളിക്കുന്ന ചടങ്ങുകൾക്ക് നമ്മൾ പോകുന്നതിന് നമുക്ക് T&DA കിട്ടും. അതുപോലെ തന്നെ LICയുടെ ചെയർമാൻസ് ക്ലബ്ബും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പങ്കെടുക്കുന്നത് നമുക്ക് ഫ്ലൈറ്റിൽ പോകാനുള്ള സൗകര്യം, ആ റേഞ്ചിലുള്ള സൗകര്യങ്ങൾ, ട്രെയിനിൽ AC കമ്പാർട്ട്മെൻറ്റ് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ നമുക്ക് LICയിൽ നിന്ന് കിട്ടും, ഏജൻറ്റിൽ. അതിന് ഉപരിയായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം നമുക്ക് കമ്മീഷൻ, ഫസ്റ്റ് ഇയർ കമ്മീഷൻ, റിന്യൂവൽ കമ്മീഷൻ, ബോണസ് കമ്മീഷൻ, ഹെറിഡിറ്ററി കമ്മീഷൻ, ഇങ്ങനെയുള്ള കമ്മീഷൻ നമുക്ക് കിട്ടും. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇതുകൂടാതെ വേറെയും പല ആനുകൂല്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ പോളിസികളുടെ ഓരോ ക്ലബിൽ അംഗങ്ങളാവുമ്പോൾ ഓരോ ക്ലബിൻ്റെയും സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ നമുക്ക് പല ഓഫീസിലുള്ള സൗകര്യങ്ങൾ, അങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ നമുക്കുണ്ട്. ഈ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് വർഷങ്ങളായി ഏജൻസി രംഗത്ത് ഏജന്റുമാർ പ്രവർത്തിക്കുന്നതും അവരത് സ്ഥിരം ഒരു പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഉള്ള ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രൊഫഷണലിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അതായത് ഒരു പ്രൊഫഷണലാണെങ്കിൽ നമുക്ക് സമയമില്ല, നമുക്ക് വരുമാനത്ര വേണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ട, നമ്മൾ എല്ലാ ഫ്രീഡവും നമുക്കുണ്ട്. പ്രൊഫഷൻ്റേതായ എല്ലാ നല്ല വശങ്ങളും നമുക്ക് ഈ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജോലിയുടേതായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതായത് ജോലിക്ക് കാരണം കിട്ടുന്നതായിട്ടുള്ള റെഗുലർ ഇൻകം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ട് അഡ്വാൻസ്, ബ്ലഡ് അഡ്വാൻസ്, അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ, ഹൗസിംഗ് ലോണ്, ഡിസ്ട്രിബ്യൂട്ട് അഡ്വാൻസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ജീവനക്കാരന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കാറൊക്കെ പലിശയില്ലാത്ത ലോണാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ജീവനക്കാർക്ക് കിട്ടുന്നതായിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളിൽ, ബാങ്കുകളിലും മറ്റുള്ള ഏത് സ്ഥാപനങ്ങളിലൊക്കെ ജീവനക്കാർക്ക് കിട്ടുന്നതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഏജന്റിനും കിട്ടും. അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ്റെതായ അതിൻ്റെ നല്ല വശങ്ങളെല്ലാം ഉണ്ട്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അയാൾ കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിക്കാനും അയാളുടെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അയാളുടെ വരുമാനം ഫ്ലെക്സിബിലിറ്റി ഉള്ളതായിരിക്കും. അയാൾ പരിശ്രമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വരുമാനം കിട്ടും. അയാൾ റിലാക്സ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് വരുമാനം കുറയും. അപ്പോൾ ഈ ജോലിക്കും അങ്ങനെയുള്ള പ്ലസ് പോയിന്റ് ഉണ്ട്. അതായത് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അൺലിമിറ്റഡ് ഇൻകം, പരിധിയില്ലാത്ത ഇൻകം, 1 കോടി രൂപ വരെ പ്രതിമാസം മേടിക്കുന്ന ഏജന്റുമാരുണ്ട്. അപ്പോൾ അൺലിമിറ്റഡ് ഇൻകമാണ് ഏജൻസിക്ക്. ഒരു ലിമിറ്റില്ല. ഇത്ര ഒരു 100 കോടിയായി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു കണ്ടീഷൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അൺലിമിറ്റഡ് ഇൻകം. ബിസിനസ്സുകാരനും അങ്ങനെ തന്നെയാണ്, അൺലിമിറ്റഡ് ഇൻകം. അതേസമയം ഒരു ബിസിനസ്സുകാരുടെ യാതൊരു ടെൻഷനും നമുക്കില്ല. സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യൽ, ഡെഡ് സ്റ്റോക്കായി പോക്ക്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്റ്റാഫിനെ മാനേജ് ചെയ്യൽ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, GST കാര്യങ്ങളുടെയൊക്കെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യൽ, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ,
ഇത് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഇത്ര സമയത്ത് തുറക്കണം, അടയ്ക്കണം. ഈ വക ഒരു കാര്യം LIC ഏജൻറ്റിന്, ഇൻഷുറൻസ് ഏജൻറ്റിന് ബാധകമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് നമ്മുടെ ഡെഡ് സ്റ്റോക്ക് ആയിപ്പോയി, നമ്മുടെ പൈസ നഷ്ടമെന്നും അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് സമയത്തിന് അടയ്ക്കണം, ഓഡിയുടെ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ബർഡൻസൊന്നും ഈ ജോലിക്കില്ല. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ജോലിക്കുണ്ട്. അതേപോലെ തന്നെ ഒരു ജോലിക്കാരൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഒരു പ്രൊഫഷണൽസിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജോലിയുടെ മഹത്വം. അതായത് പ്രൊഫഷനും നല്ല ഗുണങ്ങളുണ്ട്, ജോലിയുടെ നല്ല ഗുണങ്ങളുണ്ട്, ബിസിനസ്സിൻ്റെ നല്ല ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഷുറൻസ് ഏജൻസിയിൽ വർഷങ്ങളായി ഇന്ത്യയിൽ നല്ലൊരു വിഭാഗം പ്രവർത്തിച്ച് നല്ല രീതിയിൽ ജീവിത സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസ് മേഖല ആർക്ക് വേണമെങ്കിലും തുറന്നിട്ടിരിക്കുന്നതാണ്. അതായത് SSLC പാസ്സായ ആർക്കും 18 വയസ്സ് കഴിഞ്ഞ് വരാം. അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് MBAക്കാരുണ്ട്, ഹൈലി ക്വാളിഫൈഡ് ആയ ആളുകൾ ഈ മേഖലയ്ക്ക് ധാരാളമുണ്ട്. അതുപോലെ ഹൈലി റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള ആളുകൾ ഏജന്റുമാരുണ്ട്. ഫിലിം സ്റ്റാർസിൻ്റെ മക്കളൊക്കെ LIC ഏജന്റുമാരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഏത് മേഖലയിലുള്ളവർക്കും ഇത് കടന്നു വരാനും പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച് നല്ല രീതിയിൽ ജീവിത സൗഭാഗ്യങ്ങളും ജീവിത സൗകര്യങ്ങളും അനുഭവിക്കാനും തുറന്നിട്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇൻഷുറൻസ് ഏജൻസി. അപ്പോൾ ഈ മേഖലയിൽ വർഷങ്ങളായി ഇൻഷുറൻസ് ഏജന്റുമാർ ആ മേഖല വിട്ടുപോകാതെ ഇതിനകത്ത് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെയധികം കാര്യക്ഷമമായി പ്രവർത്തിച്ച് നല്ല വരുമാനം വാങ്ങിച്ച് നല്ല രീതിയിൽ ജീവിക്കുകയും സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിക്കുന്ന ധാരാളം പേരെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. 12 ലക്ഷം ഇൻഷുറൻസ് ഏജന്റുമാർ LICയിൽ മാത്രമുണ്ട്. മറ്റ് സ്വകാര്യ ഇൻഷുറൻസ് ഏകദേശം 24ഓളം സ്വകാര്യ കമ്പനികളിലെ ഏജന്റുമാരെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം 20 ലക്ഷം ഇൻഷുറൻസ് ഏജന്റുമാർ ഇന്ത്യയിലുണ്ട്, IRDAയുടെ കണക്ക് പ്രകാരം. അപ്പോൾ ഇത്രയും ബൃഹത്തായ ഈ തൊഴിൽ മേഖല ഉപയോഗപ്പെടുത്തുക എന്നത് നമുക്ക് വളരെയധികം തൊഴിലില്ലാത്ത ആളുകൾക്കും തൊഴിലുള്ള ആളുകൾക്ക് അവർക്ക് അഡീഷണൽ വരുമാനം വേണമെങ്കിലും, അതുപോലെ തന്നെ പല മഹത്തായ ജോലികളിൽ വലിയ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായി അവരതിനു വേണ്ടി ജോലിക്ക് ശ്രമിച്ച് അവരുടെ അപേക്ഷ അനുസരിച്ചുള്ള വരുമാനം കിട്ടാത്ത ആളുകൾ ഈ രംഗത്തേക്ക് വരികയും ഇതിൽ നിന്ന് അവരുടെ അംബീഷൻ ഫുൾഫിൽ ചെയ്ത് അവർ പ്രതീക്ഷിക്കാത്ത അത്രയും സൗഭാഗ്യങ്ങൾ നേടുകയും ചെയ്യുന്നത് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് സർവീസിൽ, കേരള ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്ത് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഏജൻസി എടുത്തിരിക്കുന്ന ആളുകൾ പലരും പറയുന്നത് അവർക്ക് റിട്ടയർ ആകുമ്പോൾ അവസാനമാണ് ഏറ്റവും കൂടുതൽ ശമ്പളം ഉള്ള മാസം. അതിൻ്റെ ഇരട്ടി വരുമാനം ആദ്യത്തെ മാസം ഏജൻസി എടുത്ത ആദ്യത്തെ മാസം കമ്മീഷൻ കിട്ടിയ ഏജന്റുമാരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എത്രയോ മുമ്പ് നേരത്തെ ഈ മേഖലയിൽ വരേണ്ടതാണ്, ഇതിനകത്ത് പ്രവർത്തിക്കേണ്ടതെന്നാണ്, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സൗഭാഗ്യങ്ങളും ജീവിത സൗകര്യങ്ങളും ലഭിച്ചേനെ എന്ന് പറയുന്ന ഏജന്റുമാരുണ്ട്. പലരും ഈ മേഖലയിൽ വന്ന് പ്രവർത്തിച്ച് അവർക്ക് സൗഭാഗ്യങ്ങൾ കിട്ടിക്കഴിയുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇത് എത്രയോ നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പോൾ അതുപോലെ ഈ മേഖലയിൽ നല്ല രീതിയിലുള്ള വരുമാനവും ജീവിത സൗകര്യങ്ങളും ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ പരിശ്രമവും വേണം. കൃത്യമായ ഒരു ഡിസിപ്ലിനോടുകൂടി വർക്ക് ചെയ്യുകയും പ്രോഡക്റ്റ് നോളജ് ഉണ്ടാകുകയും ഇപ്പം ആധുനിക രീതിയിലുള്ള സാങ്കേതികവിദ്യ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രൊഫഷണൽ കഴിവ് തെളിയുന്നത്. നമ്മുടെ ഇപ്പം നമുക്കുള്ള ആയുധം എപ്പോഴും മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായി ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് ഏജൻറ്റും അന്നാന്ന് മാറ്റങ്ങൾ വരുന്നത് നമ്മുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് നോളജ് അപ്ഡേറ്റ് ചെയ്യുക, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, സമൂഹത്തിലുണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇപ്പം ഞാൻ തന്നെ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഒരു കാലത്ത് ഞാൻ ഗൾഫിൽ മലയാളികളെ മാത്രമാണ് ബിസിനസ്സിൽ കേന്ദ്രീകരിച്ചത്. നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഗൾഫ് കുവൈറ്റ് യുദ്ധം വന്ന്
അവരുടെ വരുമാനമൊക്കെ നിലച്ചു. അങ്ങനെ പലർക്കും സാമ്പത്തിക പ്രതിസന്ധിയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെയുള്ള നാട്ടിലുള്ള ബിസിനസ്സുകാർ, അതുപോലെ തന്നെ എസ്റ്റേറ്റ് ഉടമകൾ, ആ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നല്ല വരുമാനം, നല്ല ബിസിനസ് കിട്ടി, നല്ല വരുമാനം കിട്ടാൻ സാധിച്ചു. അപ്പം നമ്മൾ സമൂഹത്തിലും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ജാതിക്കയ്ക്ക് നല്ല വരുമാനമുള്ള ഒരു സമയം വിചാരിക്കുക. ധാരാളം ജാതിക്ക തോട്ടങ്ങൾ ഓരോ പുഴ തീരത്തും ധാരാളം 5 ഏക്കറും 10 ഏക്കറുള്ള ജാതി തോട്ടമുള്ള കൃഷിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ കാണണം. ജാതിക്കയ്ക്ക് വില കുറഞ്ഞ ഒരു ഗതിയിലാണ്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് കാര്യമില്ല. അപ്പോൾ സമൂഹത്തിലും വരുന്ന മാറ്റങ്ങൾ, സാമ്പത്തിക രംഗത്ത് വരുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ജാതിക്കയ്ക്ക് വില കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ കണ്ടു കഴിഞ്ഞാൽ, അവരെ വലിയ ജാതി തോട്ട ഉടമകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബിസിനസ് കിട്ടും. അതുപോലെ തന്നെ റബ്ബറിന് ഏറ്റവും കൂടിയ വില നിൽക്കുന്ന സമയത്ത് ആ മേഖലയിലുള്ള വലിയ തോട്ടങ്ങളിലെ ഉടമകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബിസിനസ് കിട്ടും. റബ്ബറിന് തീരെ വിലയില്ല, അവരാകെ പ്രതിസന്ധിയിലാണ് സമയത്ത് നമ്മൾ അവരെ കണ്ടിട്ട് കാര്യമില്ല. അതുപോലെ NRIs അവിടെ എന്തെങ്കിലും യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ സാമൂഹിക പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അവർ വരുമാനം നിലച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവരെ കണ്ടിട്ട് കാര്യമില്ല. അതുപോലെ നാട്ടിലെ ബിസിനസ്, ചില ബിസിനസ്സുകളിൽ നല്ല വരുമാനമുള്ള സമയമായിരിക്കും. അപ്പോൾ ആ ബിസിനസ് എന്താണെന്ന് കണ്ട് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ആളുകളെ ഫോക്കസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ബിസിനസ് ഉണ്ടാകുന്നതും നമുക്ക് നേട്ടങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ബിസിനസ് പ്ലാൻ ചെയ്ത് അത് എടുക്കാനായിട്ടുള്ള പർച്ചേസിങ് പവറുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് അവരുടെ ഇൻഷുറൻസിൻ്റെ ആവശ്യകത എന്താ മനസ്സിലാക്കി കൊടുത്ത് തുടർന്നുള്ള സേവനങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രൊഫഷണലിൽ നമ്മൾ തിളങ്ങുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് 2 വയസ്സായ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ നമ്മൾ ഒരു ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ, അതായത് പാത്രം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി വരാതിരിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഹയർ സ്റ്റഡീസിനുള്ള വരുമാനം കിട്ടുന്ന പ്ലാനുകൾ അതിനോടൊപ്പം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഓരോ ആളുകളുടെയും ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യകത, സാമ്പത്തിക ആവശ്യം അനുസരിച്ച് നമ്മൾ പ്ലാൻ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബിസിനസ് കിട്ടുക. അങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള പരിശീലനങ്ങളും നമ്മുടെ നോളജ് നമ്മൾ നേടിയിരിക്കണം. അങ്ങനെയുള്ള നോളജ് നേടണമെങ്കിൽ നമുക്ക് LIC പോലുള്ള LICയിൽ നിന്ന് നല്ല ട്രെയിനിങ് കിട്ടും. ആ ട്രെയിനിങ് ഒക്കെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ഈ പ്രൊഫഷനിൽ വിജയിക്കുക. ഈ പ്രൊഫഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഏജന്റിനും നല്ല രീതിയിലുള്ള വരുമാനം കിട്ടി സുഖമായി ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള വരുമാനം കിട്ടി ഒരു പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. ഇപ്പം ഞാൻ തന്നെ ഈ മേഖലയിൽ 1979 വന്നതാണ്. എന്നെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തമായ ഒരു പ്രൊഫഷനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ ഏറെ ഒരു പ്രത്യേകത ഉള്ളത്, ഞാൻ ഈ 79 ഈ പ്രൊഫഷനിൽ വന്നു. ഈ പ്രൊഫഷനിൽ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ട ആളുകളും എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരിക്കുന്നവരും അതുപോലെ എൻ്റെ പരിചയക്കാരോ ആരെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് ജോലിയില്ലാതെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ഈ മേഖലയെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ ഇന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി നല്ല സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഒരു ജോലി കിട്ടി, നമ്മളവിടെ നിന്ന് റിട്ടയറായി പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ സർവീസിലിരിക്കുമ്പോൾ വേറെ ആൾക്ക് ആ സ്ഥാപനത്തിൽ ജോലി കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. അത് ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്. ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യണം ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബക്കാരോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളോ ആവശ്യമുള്ള ഒരാൾക്ക് നമ്മുടെ പണി നമുക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അതേസമയം LIC ഏജന്റുമാർക്ക് അങ്ങനെ സാധിക്കും. ഞാനിപ്പോൾ LICയുടെ ചീഫ് അഡ്വൈസറാണ്. ഞാൻ ധാരാളം പേർക്ക് ഏജൻസി കൊടുത്ത് അവരൊക്കെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കി സംതൃപ്തമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാലഘട്ടങ്ങളിൽ എൻ്റെ അറിവിൽപ്പെട്ട ധാരാളം പേർക്ക് ഈ മേഖല പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ ഇന്ന് നല്ല വരുമാനം വാങ്ങിക്കുകയും സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ പ്രൊഫഷൻ കണ്ട് ധാരാളം പേര് അത് അനുകരിച്ച് ഈ ജോലിയിൽ വരികയും ഒരു സംതൃപ്തമായ ഒരു വരുമാനം ഉണ്ടാക്കി നല്ലൊരു പ്രൊഫഷനിൽ തിളങ്ങുകയും ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്നു, നമ്മളെ അനുകരിച്ച് മറ്റുള്ളവരും കൊണ്ട് ഉയരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സംതൃപ്തമായൊരു കാര്യമാണ്. ഇപ്പോൾ തന്നെ നാട്ടിൽ നടക്കുന്ന എന്ത് മാറ്റങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. നാട്ടിലുള്ള ധാരാളം ആളുകളുമായിട്ട് നമുക്ക് വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട
കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് വ്യക്തിബന്ധങ്ങളും കാര്യങ്ങളും ധാരാളമുണ്ട്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഈ പ്രൊഫഷൻ വളരെയധികം നല്ല ആകർഷകമായ ഒരു പ്രൊഫഷനാണ്. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഭൂരിഭാഗം പേരും വളരെ സംതൃപ്തരാണ്. പിന്നെ വളരെ ഒറ്റപ്പെട്ട ആളുകളുണ്ട്, അവർ പരിശ്രമിക്കാനുമായി ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും പ്ലാനിങ്ങും പ്രൊഡക്റ്റ് നോളജ് ഇല്ലാതെ പരിശ്രമിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവർ പരാജയപ്പെട്ടു പോയിണ്ടാവും. അതിപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഫഷനിൽ വരുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ കാലത്ത് ഹയർ എഡ്യൂക്കേഷനിലുള്ള ആളുകൾക്ക് ധാരാളം ജോലി സാധ്യത കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് എത്ര ഉയർന്ന യോഗ്യത ഉണ്ടായി കഴിഞ്ഞാലും ഈ മേഖലയിൽ വരാം. അവരെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന പ്രൊഫഷനിലെ വരുമാനത്തിൻ്റെയൊക്കെ 10 ഇരട്ടി നേടാവുന്ന ഒരു മേഖലയാണ്. വളരെയധികം ഈ കാര്യത്തിൽ പറയാനുണ്ട്. എന്നാലും സമയപരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ മേഖലയിൽ ഇൻഷുറൻസ് ഏജൻസിയിൽ പ്രവർത്തിക്കുന്ന താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. PO ദേവസി, ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. മൊബൈൽ നമ്പർ 9446215019. കൂടുതൽ വിവരങ്ങളും അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സുകളിൽ ലഭ്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ ഇനി വരുന്ന വീഡിയോകൾ എല്ലാവർക്കും കൃത്യമായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ്.